വണക്കം, ദിസ് ഈസ് ട്രാവ്ക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രത്തെ വെഞ്ഞാറമൂട് ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുള്ളൊരു ഫാമിലാണ്. ഞങ്ങളുടെ അങ്കിളുടെ ഒരു ഫാമാണത്. അപ്പോൾ ഇവിടെ പച്ചക്കറിയും പശുവും കോഴിയും താറാവും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഫാം ഒന്ന് കാണാം. ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ നിങ്ങൾ ആരെങ്കിലും ഫാം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഈ ഫാം തുടങ്ങുമ്പോൾ എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കൂടി ചെയ്യുന്നത്. അതോടൊപ്പം ഇവിടുത്തെ പച്ചക്കറിയും മറ്റ് മൃഗങ്ങളും എല്ലാം ഒന്ന് കാണുകയും ചെയ്യാം. നല്ല ഫ്രഷ് പച്ചക്കറിയാണ്. അപ്പോൾ നമുക്ക് ഫാമൊക്കെ ഒന്ന് പോയി കാണാം. അപ്പോൾ ഫാമിൻ്റെ ഫ്രണ്ട് ഗേറ്റ് കഴിഞ്ഞ് കയറുമ്പോൾ രണ്ട് സൈഡിലും അവർ കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളും നട്ടിട്ടുണ്ട്. റൈറ്റ് സൈഡിലും പിന്നെ ഈ സൈഡിലും ഒക്കെ ആയിട്ട് കുറേ പച്ചക്കറി കാര്യങ്ങൾ നട്ടിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പച്ചക്കറി വിളവെടുപ്പ് കഴിഞ്ഞുകൊണ്ട് വെട്ടിയൊക്കെ നിർത്തിയേക്കാണ്. അതോടൊപ്പം ഈ പോകുന്ന സൈഡിലൊക്കെ കറിവേപ്പില നിറച്ച് നട്ടേക്കാണ്. നല്ല അടിപൊളി കറിവേപ്പില മൊത്തം നട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നട്ടേക്കുന്നത് കോവലാണ്. കോവലിങ്ങനെ ഒരു നെറ്റിൻ്റെ മുകളിൽ കോവലാണ് ഇവർ നട്ടേക്കുന്നത്. വേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, അതൊക്കെ അവർ വിളവെടുപ്പ് കഴിഞ്ഞ് കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് പന്തലൊക്കെ ഇട്ട് നന്നായിട്ടാണ് അവർ നോക്കുന്നത്. അപ്പോൾ കണ്ടോ, ഈ പന്തലിൽ കോവയ്ക്കാണ് അവർ നട്ടേക്കുന്നത്. കണ്ടോ, നല്ല ഫ്രഷ് കോവയ്ക്കുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ പറിച്ചിട്ടുണ്ട്, അത്ര ഫ്രഷാണ്. ഇവിടെ ഉള്ളത് വെണ്ടയ്ക്കയാണ്. നല്ല വലിപ്പമുള്ളൊരു വെണ്ടയ്ക്കയാണ് നടക്കുന്നത്. നല്ല അടിപൊളിയായിട്ടാണ് പ്ലാൻ ചെയ്ത് ഇവിടെ എല്ലാ ചെടികളും വെച്ചേക്കുന്നത്. കണ്ടോ, ഇവിടെ നട്ടേക്കുന്ന തെങ്ങ് നമുക്ക് കൈ കൊണ്ട് തന്നെ പറിക്കാം. തേങ്ങയ്ക്ക് അത്ര ഹൈറ്റേ ഉള്ളൂ. കണ്ടോ, എൻ്റെ അത്ര ഹൈറ്റേ ഉള്ളൂ. സുഖമായിട്ട് കൈ കൊണ്ട് പറിക്കാം. ഈ കാണുന്ന പുല്ല് പശുവിനൊക്കെ തിന്നാൻ കൊടുക്കുന്ന പുല്ലാണ്. ഇവിടെ താഴെ പശുവൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നട്ട് വളർത്തിയിരിക്കുന്നത്. നല്ല അടിപൊളിയാണ് ഫാം, നല്ല രസമുള്ള ഫാമാണ്. അപ്പോൾ ഇനി താഴെ കുറച്ച് പശുവും കോഴിയും താറാവൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോയി നോക്കാം. ഇങ്ങനൊരു ഗേറ്റൊക്കെ ഉള്ളൊരു എൻട്രിയാണ്, ഓടിപ്പോയിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ രണ്ട് അടിപൊളി ഡോഗ്സ് ഉണ്ട്. ഒരു ഗാർഡ് ഡോഗ് എന്ന് പറയാൻ പറയാം. നല്ല അടിപൊളി രണ്ട് ഡോഗ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ തന്നെ കുര അടങ്ങും. അത് നല്ല അടിപൊളി ഡോഗ്സാണ് അവിടെ. വളരെ വൃത്തിയായിട്ടാണ് ഒരു ഫാം കീപ്പ് ചെയ്തേക്കുന്നത്. വളരെ വൃത്തിയായിട്ട് എല്ലാ ദിവസവും രാവിലെ അത് കഴുകും. വെള്ളവും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓസ്റ്റിൻ, ഗീർ, ജേഴ്സി തുടങ്ങിയ നല്ല ക്വാളിറ്റി ബ്രീഡ് പശുക്കളാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഇപ്പോൾ 4 പശുക്കളുമുണ്ട്, 2 കന്ന് കുട്ടികളുണ്ട്. നല്ല പശുക്കളാണ്. വളരെ വൃത്തിയായിട്ടാണ് ഇപ്പോൾ കുളിപ്പിച്ച് വളരെ വൃത്തിയായിട്ടാണ് അതിനെ കീപ്പ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ആ പശുവിൻ്റെ അവരുടെ തൊഴുത്ത്. നല്ല
വൃത്തിയായിട്ടുണ്ട്. ഫാനൊക്കെ ഉണ്ട്, ഫാന്, ലൈറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഒരു ക്യാറ്റിൽ ഫാമൊക്കെ തുടങ്ങുന്നവർ ഇതൊക്കെ ശ്രദ്ധിക്കുക, വളരെ നീറ്റായിട്ട് കീപ്പ് ചെയ്യുക, നമുക്ക് ഫാനൊക്കെ ഇട്ട് കൊടുക്കുക. ഒരു ഫാമിൽ ഏറ്റവും വലിയ കാര്യം വളരെ നീറ്റായിട്ട് അത് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അത് വളരെ നീറ്റായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്, വളരെ വൃത്തിയായിട്ടാണ് പശുവിനൊക്കെ ഇവിടെ നോക്കുന്നത്. ഇവിടെ ഇപ്പോൾ ടോട്ടൽ 2000 കോഴികളാണുള്ളത്. കോഴി കുഞ്ഞുങ്ങളെല്ലാം 2000ആണ്. പിന്നല്ലാതെ ഇവിടെ മുട്ടക്കോഴിയുണ്ട്. ഇതൊക്കെ കോഴി കുഞ്ഞുങ്ങളെ ഇടുന്നൊരു സ്ഥലമാണിത്. ഇവിടെ തന്നെ കോഴിയെ വിരിയിക്കാനുള്ള ഇൻക്യുബേറ്റർ ഇവിടെ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ നന്നായിട്ട് ഇവിടെ കീപ്പ് ചെയ്തേക്കാണ് ഇൻക്യുബേറ്റർ. അതിനകത്ത് കുറച്ച് മുട്ടകളുമുണ്ട്, ഒത്തിരി മുട്ടകളിപ്പം അതിനകത്ത് ഉണ്ട്. അതൊക്കെ ഇരുന്ന് അനങ്ങുന്നുമുണ്ട്. അതിനകത്ത് കുഞ്ഞുങ്ങളെ വിരിഞ്ഞ് വരികയാണല്ലോ. പക്ഷേ ഒരു കൂടില് മുള്ളക്കോഴിയുണ്ട്. അതിന്റെ തൂവലൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. ഭയങ്കര കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഈ ഫാമിലെ മാക്സിമം സ്ഥലം ഇവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കോഴിയും പശുവിനെയും വളർത്തുന്നതിന്റെ ഇടയ്ക്ക് തന്നെ കുറച്ച് സ്ഥലം ഉള്ളത് പടവലങ്ങ കൃഷി ചെയ്തിരിക്കുകയാണ്. ഒരുപാട് പടവലങ്ങ ഉണ്ട്. ഇവിടെ മീൻ കൃഷിയുണ്ട്. ടാങ്കിലൊക്കെ ഇട്ടേക്കുന്ന മീനാണ്. കരിമീനൊക്കെയാണ് ഇട്ടേക്കുന്നത്. കാണാൻ പറ്റുന്നത് നല്ല നല്ല പച്ച കളറാണ്. ചെറിയൊരു മണയുണ്ട്. ഈ കിടക്കുന്ന കൂടിലെ കംപ്ലീറ്റ് മുട്ടക്കോഴികളാണ്. മുട്ടയ്ക്ക് ഇവിടെ കിടപ്പുണ്ട്. കംപ്ലീറ്റ് മുട്ടക്കോഴികളാണ്. അപ്പോൾ ഇനി നമ്മൾ താറാവുകളാണ് കാണാൻ പോകുന്നത്. ഇവിടെ 10-100 താറാവിൻ്റെ ഉണ്ട്. ടാങ്കിൽ അവർ മീൻ കൃഷി ചെയ്യുന്നുണ്ട്. ആ ടാങ്കാണ് ഈ കാണുന്നത്. ഇവിടെയും മീൻ കൃഷിയുണ്ട്. ഇതുപോലെയുള്ള ഒത്തിരി താറാവുണ്ട്. രണ്ട് ടാങ്കാണുള്ളത്. ഇതിനകത്തെല്ലാം മീൻ കൃഷിയാണ്. നാരങ്ങ എല്ലാവരും മിക്സാണ്. കാര്യം പാവയ്ക്കുണ്ട്, കോവയ്ക്കുണ്ട്, പടവലങ്ങയുണ്ട്. എല്ലാം കൂടെ മിക്സുള്ളൊരു മിക്സായിട്ടാണ് ഇവിടെ ഇട്ടേക്കുന്നത്.
താഴെ ജംഗ്ഷനിൽ ഗോകുലം മെഡിക്കൽ കോളേജിൻ്റെ ആ ജംഗ്ഷനിൽ അവർക്കൊരു ചെറിയ ഷോപ്പ് പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ നിന്ന് ഡയറക്റ്റുള്ള പച്ചക്കറി മുട്ടയൊക്കെ വിൽക്കുന്നത് ഇപ്പോൾ ഇല്ല. പച്ചക്കറിയോ അല്ലെങ്കിൽ മുട്ടയോ ഒക്കെ വേണ്ടുന്നവർക്ക് ഇവിടെ വന്ന് ഡയറക്റ്റ് മെഡിക്കൽ ഇത് ഇരിക്കുന്നത് ഗോകുലം മെഡിക്കൽ കോളേജ് കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് വരുമ്പോൾ കോവിഡ് കെയർ ബ്ലോക്ക് എന്ന് പറയുന്ന ബ്ലോക്ക് ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഫാം ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ വെഞ്ഞാറമൂടൊക്കെ ഉള്ളവർക്ക് ഇവിടെ വന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ നിന്ന് മേടിക്കാം. ട്രാവൽ കപ്പിൻ്റെ മറ്റൊരു വ്ളോഗുമായി ഇനി വീണ്ടും കാണാം. ബൈ.